നന്നായി. ഗുരുദക്ഷിണ ഗംഭീരമായി. ചാർലി അമ്മേ സത്യ മിണ്ടണ്ട. ബോംബെയിലെ ഭാനുമതിയുടെ മകൻ സത്യചന്ദ്രനാണിതെന്ന് നീയും സാക്ഷ്യപ്പെടുത്താൻ പോവായിരിക്കും. വേണ്ട. ഡോണ്ട് ട്രൈ ടു സേ എനിത്തിങ്. ഇവനെ ഇങ്ങോട്ട് അയച്ച ആള് തന്നെയാ വിളിച്ചു പറഞ്ഞത്. ജീർണിച്ച മനസ്സുള്ള ഒരു ആർക്കെ നായർ. അയാളുടെ ശിങ്കടിയാണിവൻ. തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്ന് സർക്കസും പാട്ടുമായി നടക്കുന്ന ഒരു നാടോടി. അമ്മേ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? പോ അപ്പുറത്ത്. അപ്പുറത്തേക്ക് പോകാൻ. ആരുടെ ജീവനാ നിനക്ക് വേണ്ടത്? എന്റെയോ അതോ അവളുടെയോ? വിളിച്ച് അശുദ്ധമാക്കരുത് ആ വാക്ക്. പരിപാവനമായ ആ പദം പറയാൻ എന്ത് അർഹതയാ നിനക്കുള്ളത്? അമ്മയാണത്രേ. ഏതമ്മ? ചെയ്ത പാപത്തിന്റെ ഭാരം വഴിയിൽ എവിടെയോ വലിച്ചെറിഞ്ഞവളല്ലേ നിന്റെ അമ്മ? ഏതമ്മയാ നിനക്ക് ജന്മം തന്നത് അറിയോ? നിനക്ക് അച്ഛനാരാണെന്നറിയോ? ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും എന്തെങ്കിലും അറിയോ നിനക്ക്? അറിയില്ല. അതുകൊണ്ടാ ഇപ്പൊ ഒരു അമ്മയുടെ സന്തോഷവും സംതൃപ്തിയും നശിപ്പിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തിരി പണത്തിന് വേണ്ടി. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും. നീയല്ലല്ലോ സ്വപ്നം കാണുന്നത്. നിനക്ക് വേണ്ടി ഇപ്പോ മറ്റുള്ളവരല്ലേ സ്വപ്നങ്ങളും സത്യങ്ങളും ഉണ്ടാക്കുന്നത്. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ആണോ? ഞാൻ കരുതിയിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന്. എന്റെ ഒരു മകളെ മറുപക്ഷത്ത് എത്തിച്ചില്ലേ നീ? ഇനിയിപ്പോ ഇവളെയും നീ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആ കാല് പിടിക്കാൻ ഞാനാണിപ്പോ നിന്റെ കാല് പിടിക്കേണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ എന്റെ മകനെ പോലെ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ നീ തുടക്കം മുതലേ നീ എന്നെ വഞ്ചിക്കായിരുന്നു, കബളിപ്പിക്കായിരുന്നു. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചാർലി, ഒരു മകളെ നഷ്ടപ്പെട്ട അമ്മയാണ് ഞാൻ. ഒരപേക്ഷ എനിക്കുള്ളൂ. സ്നേഹവിശ്വാസമൊക്കെ പോട്ടെ. ഇത്രയും നാൾ ഞാൻ നിനക്ക് തന്ന സംഗീതത്തെങ്കിലും നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ മകളെ എനിക്ക് വിട്ടുതരില്ലേ? ചാർലി, ഇതെന്താ പെട്ടെന്ന് ഈ നേരത്ത്? പെട്ടെന്നൊന്നും വരേണ്ടി വന്നു. വന്നത് എന്തായാലും നന്നായി. ഡ്രസ്സൊക്കെ മാറ്, ഞാൻ കഞ്ഞി എടുത്തു വെക്കാം. വേണ്ട, കഴിക്കാനൊന്നും വേണ്ട. അതെന്താ? പുറത്തുനിന്ന് വല്ലതും കഴിച്ചിട്ട് വന്നോ? ഇല്ല, ഒന്നും വേണ്ട ഉമ്മേ, വിശപ്പില്ല. ചാർലി ഉണ്ടായത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പാ. അല്ലെങ്കിൽ നിന്റെ ഈ വരവ്, ഈ ഭാവം കാണാൻ വയ്യെങ്കിലും ആ മുഖത്തുള്ള ഭാവം ഇപ്പോഴെന്താന്ന് എനിക്കറിയാം. നീ ഒളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എപ്പോഴും ഞാൻ കണ്ടുപിടിക്കാറുള്ളതല്ലേ ചാർലി? പറ, എന്തുണ്ടായി? ഞാനും മാനസയും തമ്മിലുള്ള ഇഷ്ടം സുഭദ്രാമ്മ അറിഞ്ഞു. അതുകൊണ്ടാണോ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? പ്രേമിച്ചത് തെറ്റാണെന്ന് തോന്നിയോ ചാർലി നിനക്ക്? അങ്ങനെയല്ല, അവരെ നേരിടാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോ മാനസി? അവളും ആകെ വിഷമിച്ചിരിക്കുക. ഉമേ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാനസിയെ മറക്കാൻ കഴിയുന്നില്ല. എന്തിനാ മറക്കണേ? മറക്കാതിരിക്കല്ലേ വേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ വിളിച്ചാ മാനസി ഇറങ്ങി വരുമോ? വരും. അവിടം വിട്ട് അവളിപ്പോ എന്റെ കൂടെ വന്നാലെന്താ? വിളിച്ചിറക്കിക്കൊണ്ടുവരണം. ഇവിടെ ചിലപ്പോ അവക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നമുക്ക് പലകപ്പാണ്ടിലേക്ക് പോയിക്കൂടെ? ഞാൻ നോക്കൂലേ മാനസിയെ, എന്റെ അനുജത്തിയെ പോലെ. വാ, നീ വന്ന് വല്ലതും കഴിക്കേ.
സുഭദ്രേ, എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കണേ? 5 ദിവസം ഇല്ലുള്ളൂ ഇനി പ്രോഗ്രാമിന്. ഊണും ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ ആദ്യ പിടിച്ചിരുന്ന കാര്യം നടക്കോ? എന്താ ഞാൻ ചെയ്യേണ്ടത് ഒപ്പേ? എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? എന്റെ സംഗീതം പോലും എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? എന്തുപേക്ഷിച്ചെന്നാ നീ പറയണേ? ആരുപേക്ഷിച്ചെന്നാ നീ പറയണേ? ഓർമ്മയുണ്ടോ നിനക്കല്ല? എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയും എന്നേക്കുമായി നമ്മളെ തനിച്ചാക്കി പോയ കാലം. അന്ന് നിനക്ക് വയസ്സേഴ. നിന്നെ അനുജന്മാരെയും പോറ്റി വളർത്തിയത് ഈ ഓപ്പയാ. ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പിന്നെ നിന്റെ സംഗീതം നമ്മളെ രക്ഷിച്ചു. നീ പ്രശസ്തയായി. ലോകം മുഴുവൻ നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു. ഇത്രയും കാലം നീ പറയുന്നത് അനുസരിച്ച് നടന്നവരാ ഞങ്ങൾ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സുഭദ്രേ. ഒപ്പ പറയൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? പോയവരൊക്കെ പൊക്കോട്ടെ. മാനസിയില്ലേ ഇവിടെ? നീ പറഞ്ഞ അവള് കേൾക്കും. ഞാനും കൂടി പറയാം. പറഞ്ഞില്ലേ ഇപ്പോ 101 പ്രാവശ്യം പറ്റില്ല എന്ന്? പിന്നെയും പിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്തിനാ? മോളെ, ഞാൻ പ്രോഗ്രാംകാരോട് എന്താ ഞാൻ പറയാ? എന്ത് വേണമെങ്കിലും പറയാം. പ്രോഗ്രാം ഉണ്ടാക്കിയത് അമ്മയാണല്ലോ. ഇപ്പൊ ഒക്കെ നശിപ്പിച്ചതും അമ്മ. ഇങ്ങനെ വാശി പിടിച്ചാല്? വാശിയാണെങ്കിൽ വാശി. എന്ന് സ്വാർത്ഥത ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. പണത്തിന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആർത്തി. സ്വന്തം കാര്യം മാത്രം. ഉപദ്രവിച്ച് അച്ഛൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്തിനു പോയെന്ന്. ഒരു ഇത്രയും സ്നേഹവും വാത്സല്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ സനുചേച്ചി ഇറങ്ങി പോവില്ലായിരുന്നു. ഒരു വാക്ക് ചെന്ന് പറഞ്ഞാൽ സനുചേച്ചി വിജയന് വരുമായിരുന്നു. പറയില്ലല്ലോ. പറഞ്ഞാൽ സംഗീത ചക്രവർത്തിനിയുടെ കിരീടം അടഞ്ഞു പോവില്ലേ? മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ ഞാൻ. എനിക്കറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ പോയി വിളിക്കാന്ന്. ഇപ്പൊ ചാർലിയെ ഇറക്കി വിട്ടിട്ട് എന്നോട് പറയാൻ വരുന്നു വേറൊരാളെ കണ്ടുപിടിക്കാന്ന്. ആരെ കണ്ടുപിടിക്കും? ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾ കുറെ. അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ. ഞാനില്ല. എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവസാനമായിട്ട് ചാർലി വരുമെങ്കിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാം. ചാർലി വരുമെങ്കിൽ മാത്രം. മനസ്സിലായില്ലേ? ഇനി തീരുമാനിക്കേണ്ടത് അമ്മയാ. എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ ചാർലി ഇല്ലാത്തൊരു ഡാൻസിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. വാതിൽ ചാരിട്ടേ ഉള്ളു ചാർലി, തുറന്നോളൂ. നീ എവിടെയായിരുന്നു? ചന്തുവും ദീപവും ബാലുവും ചാർലി അല്ലല്ലോ. ആരാ? ഞാൻ സുഭദ്രാദേവിയാണ്. അയ്യോ അമ്മ, ഇതെന്താ ഇവിടെ? ഇപ്പോ ഈ വീട്ടിൽ ഇരിക്കാൻ പോലും സാരമില്ല, ഞാനിവിടെ നിന്നോളാം. ഉമ്മ അല്ലേ? ചാർലി പുറത്തു പോയതാ കുട്ടികളെയും കൊണ്ട്. എപ്പോഴാ വരാന്ന്? ചാർലിയോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ട്. ഒക്കെ എന്റെ വിഷമം കൊണ്ടാണ്. എല്ലാം എന്നോട് പറഞ്ഞു ചാർലി. ചെറിയ ചില തെറ്റുകൾ അവനും ചെയ്തിട്ടുണ്ട്. നുണ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവന്റെ സ്വാർത്ഥത്തിനായിരുന്നില്ല, എനിക്ക് വേണ്ടിയായിരുന്നു. ഇവിടെയുള്ള 4 അനാഥ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. അതും ഞാൻ ഓർത്തില്ല, ചോദിച്ചറിഞ്ഞുമില്ല. അപ്പോഴത്തെ വിഷമത്തിന് എന്തൊക്കെയോ പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു. ക്ഷമിക്കോ ആവോ അവൻ? വിഷമമുണ്ട് അവനും. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാ ഇപ്പൊ ചാർലി. ഉണ്ടാവും, എനിക്കറിയാം. എന്റെ മോളെ ഇപ്പോ ആ അവസ്ഥയിലാ. ചാർലി അങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്റെ മാനസികം എനിക്ക് നഷ്ടപ്പെടുന്നു തോന്നുകയാണ്. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചവളാണ് ഈ അമ്മ. എന്തൊക്കെയോ നേടിയെന്ന് പുറത്തുള്ളവർക്ക് തോന്നും. ഇല്ല, ഒന്നും നേടിയില്ല. നേടിയതൊക്കെ നഷ്ടങ്ങളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ഈ അമ്മയുടെ മനപ്രയാസം മനസ്സിലാവോ മോൾക്ക്? മരിച്ചുപോയ അമ്മ ഇവിടെയുണ്ട്, അവിടെയുണ്ട്, തൊട്ടടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാ ഞാൻ സമാധാനിച്ചിരുന്നത്. ഇപ്പോ ഒരമ്മ മുന്നിൽ വന്ന് നിന്ന്
ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാല് പിടിക്കാൻ പോലും. അരുത്, അങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും അരുത്. ചാർലി വരുമോ മോളെ അങ്ങോട്ട്? ഒരു പക്ഷേ നീ പറഞ്ഞാൽ വരൂ അമ്മേ. ഞാൻ അറിഞ്ഞിടത്തോളം അവനെ മറ്റാർക്കറിയില്ല. ഒരു മണ്ടന അവൻ, ശുദ്ധ ബുദ്ധൂസ്. ഗുരുദക്ഷിണെന്നുള്ള ഒരു അവകാശമെങ്കിലും അമ്മയ്ക്കുണ്ടല്ലോ, അത് മറക്കൂ അവൻ? ഇല്ല, ചാർലി വരും, തീർച്ചയായും വരും. ഞാൻ പറഞ്ഞയക്കും അവനെ. അങ്ങനെ ഒരു സമാധാനത്തില് ഞാൻ പോയിക്കോട്ടെ മോളെ. സമാധാനത്തിലല്ല, ധൈര്യത്തില്. ഞാനാ പറയുന്നത്. ഉമ്മ പ്രോഗ്രാം സമയത്ത് അവൻ അവിടെ ഉണ്ടാവും. ഉമ്മയുടെ വാക്കാ. തൊട്ടു പോരുത് എന്റെ മോളെ. നിന്റെ മോളോ? നിന്റെ മാത്രം മോളല്ലേ? ഇവിടെ അവകാശപ്പെടാൻ ഒരാളും കൊണ്ടെന്നുള്ള കാര്യം മറന്നു കഴിയായിരുന്നു ഇത്രയും നാളും നീ. നിങ്ങളും ഒക്കെ ഇട്ടെറിഞ്ഞു പോയിട്ട് വന്നിരിക്കുന്നു ഇപ്പോ അവകാശം പറയാൻ. അവൻ വരുമെന്ന് കരുതിയാണ് ഈ തുള്ളലെങ്കിൽ വേണ്ട, വരില്ല. ഞാൻ വാടകയ്ക്കെടുത്താണ് ചാർലിയെ. അവന്റെ ജോലി കഴിഞ്ഞു. അറിയാം, വാടകയ്ക്കെടുത്താണെന്ന് അറിയാം. ഞങ്ങളെ നശിപ്പിക്കാൻ. നന്മകളൊക്കെ എന്നെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കുബുദ്ധി. അവനെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി തീർന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ഏൽപ്പിച്ച ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ജോലിയല്ല, ജീവിതമാണ്. എന്റെ മോൾക്കും ചാർലിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണവും ഞാൻ നടത്തും. അതും നീ ചെയ്തേക്കും തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ ഒരു പാവം പെൺകുട്ടി, ഒരു കണ്ണുവെട്ടിപ്പെണ്ണ് എന്നോട് കെഞ്ചി അപേക്ഷിച്ചിരുന്നു, കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു തരണേ. മാനസി, നിനക്കറിയില്ല, ഒരു ജന്മം മുഴുവൻ ചാർലിയെ മനസ്സിൽ വെച്ച് പൂജിച്ച് ആരാധിക്കുന്നവളാ അവള്. നിന്റെ വിവാഹം അമ്മ നടത്തി തരുമായിരിക്കാം, പക്ഷെ ഒന്നോർക്ക്, ജീവിതകാലം മുഴുവൻ ആ കണ്ണുപൊട്ടിപ്പെണ്ണിന്റെ ശാപവും പേറി വേണോ എന്റെ മൂക്ക് കഴിയാൻ? വേണോ? ആലോചിക്കും. കണ്ണു കാണാൻ വയ്യാത്ത പെണ്ണിന്റെ കണ്ണീര് ഇനി അങ്ങോട്ട് എപ്പോഴും നിന്നെ വേട്ടയാടണമെന്ന് നീ തന്നെ തീരുമാനിക്കും. അമ്മ പല വിഡ്ഢിത്തരങ്ങളും പറയും. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കും ഉണ്ടല്ലോ. ഞാൻ പോണു. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ വന്ന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തണം. വെറുതെ അതും ഇതും പറഞ്ഞ് നേരെ കളഞ്ഞാൻ പറ്റില്ല. കഴിയുന്ന വേഗം അവിടെ എത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോണില്ല. പോണില്ല എന്നോ? അതെ, ഞാൻ പോണില്ല. വാശി പിടിക്കല്ലോ ഉമ്മേ. സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നോക്കി തെറ്റും. 6 മണിക്കൂറിനുള്ളിൽ ചാർലി എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, മറന്നോ? അതുപോലെയാണോ ഇത്? ഇത്രയും കാലം ഇതിനു വേണ്ടിയല്ലേ നമ്മള്? ചാർലി, അവിടെ ഒരു അമ്മ ജന്മം മുഴുവൻ കാത്തിരുന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നു. ചാർലി ചെന്നില്ലെങ്കിൽ അത് നടക്കില്ല. ഇതുപോലെ തന്നെയല്ലേ അതും? എന്തിനാ ഉമ്മ ഇത് രണ്ടും കൂടെ കൂട്ടി കുറയ്ക്കുന്നത്? അതത്ര പ്രാധാന്യമുള്ളൊന്നും അല്ലല്ലോ. എന്ന് നെഞ്ചി കൈവച്ച് പറയാൻ കഴിയോ ചാർലിക്ക്? സുഭദ്രാമയും മാനസിയും തകർന്നത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ നിനക്ക്? അത്രയ്ക്ക് ക്രൂരനാണോ ചാർലി നീ? എന്താ ഞാൻ ചെയ്യാ? ഓപ്പറേഷന്റെ സമയത്ത് നിന്റെ കൂടെ ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. അവിടെ സ്റ്റേജിൽ മാനസിയുടെ കൂടെ നീ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പോയാലേ നീ ഓപ്പറേഷന് പോകുന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതെ, അതെന്നെ നിശ്ചയമാണ്. ഉമ്മേ, നീ കൊച്ചുകുട്ടികളെ പോലെ. കൊച്ചുകുട്ടികളായിരുന്നപ്പോഴും എനിക്കിങ്ങനെ ചില വാശികളുണ്ടായിരുന്നു, ഓർമ്മയില്ലേ നിനക്ക്? ഒരു കാര്യം തീർച്ചയാണ് ചാർലി, പ്രോഗ്രാമിന് നീ പോയില്ലെങ്കിൽ ഒരിക്കലും ഈ ഉമ്മ കണ്ണു തുറന്ന ലോകം കാണലുണ്ടാവില്ല.
ചാർലി, വൈകിയോ ഞാൻ? അവസാനം ഈശ്വരന്മാരൊക്കെ മാറ്റി പറഞ്ഞു അല്ലേ? സമാധാനമായില്ലേ ഇപ്പൊ? ആർക്ക്? ഈശ്വരന്മാർക്കോ? ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിയൂ. അമ്മയുടെ ജീവിത അഭിലാഷ ഈ പ്രോഗ്രാം. വന്നതിന് നന്ദി. പ്രോഗ്രാം നടക്കണം. അത് കഴിഞ്ഞ ചാർലിക്ക് പോകാം. എന്താ എന്താ പറഞ്ഞേ? എന്നോട് ആലോചിക്കാൻ പറഞ്ഞു അച്ഛൻ. ഞാൻ ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. കണ്ണു കാണാത്ത പെൺകുട്ടിയുടെ ജീവിതവും മോഹങ്ങളും നശിപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട. മറക്കാനും മറയ്ക്കാനും ശ്രമിക്കേണ്ട ഒന്നും എനിക്കറിയാം. എനിക്കിപ്പോ ഒക്കെ അറിയാം. ഉമ്മയ്ക്ക് ചാർലിയെ വേണം. ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കാത്ത ചാർലി മനുഷ്യനാ? ചാർലി, നീ വരുന്ന എനിക്കറിയാം. താങ്ക് യു വെരി മച്ച്. സമയായി, വാ വാ. ഉമേ, നീ അവനെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞയച്ചല്ലേ? എന്നാ മിണ്ടാത്തത്? നിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധം കൊണ്ടല്ലേ അവൻ പോയത്? ഇവിടെ ഇരുന്നല്ലേ നീ എന്നോട് കരഞ്ഞു പറഞ്ഞത് നിന്നിൽ നിന്ന് അവനെ തട്ടിക്കൊണ്ടുപോയി ഞാനെന്ന്, അവനെ വിലക്കെടുത്തെന്ന്. എന്നിട്ട് ഇപ്പൊ നീ തന്നെ എറിഞ്ഞു കൊടുത്തില്ലേ അവനെ? അവർക്ക് ആരെയും എറിഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ. അവൻ പോയില്ലെങ്കിൽ ഓപ്പറേഷൻ സമ്മതിക്കില്ലെന്ന് നീ വാശി പിടിച്ചു. നിനക്ക് വേണ്ടിയാണ് ഉമ്മേ ഒരിക്കലും പോയില്ലെന്ന് തീരുമാനിച്ചിരുന്ന വീട്ടിലേക്കും കയറി ചെന്നു. എന്നിട്ട് നീ... അതാണ് സാറിന് പറ്റിയ തെറ്റ്. സാറിന് വേണ്ടി പോകണമായിരുന്നു, സാറിന് വേണ്ടി മാത്രം. ഇത്രയും കാലം ചെന്നില്ലല്ലോ. അതിന് സ്നേഹത്തെ കുറിച്ച് വല്ല അറിഞ്ഞിട്ട് വേണ്ടേ? സ്നേഹത്തോടെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ അമ്മ എല്ലാം വിട്ട് ഇറങ്ങി വരുമായിരുന്നു. ചെയ്യില്ലല്ലോ. ദുരഭിമാനത്തിന്റെ ഉമ്മിത്തി കിടന്ന് പുകയല്ലേ സാറിന്റെ മനസ്സിൽ? അതിന്റെ കാര്യം പുകയല്ലേ ആ മനസ്സ് നിറയെ? ഇപ്പോ സ്നേഹിക്കുന്ന ആ രണ്ട് മനസ്സുകൾ അകറ്റാൻ സാർ എനിക്ക് കണ്ണ് ഓപ്പറേഷൻ കാശ് ഒഴിവാക്കാൻ പോന്നു. എനിക്ക് വേണ്ട. പിരിഞ്ഞ് വിഷമിക്കുന്ന അവരെ കാണുന്നേക്കാൾ എനിക്കിഷ്ടം ഒരുമിച്ച് കഴിയുന്ന അവരെ കുറിച്ച് കേൾക്കുന്നതാ. എന്നെ തെറ്റ് ശരിയും പഠിപ്പിക്കാനാണോ ഈ പ്രസംഗം? അല്ല, സ്നേഹത്തെ കുറിച്ച് എനിക്ക് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഇതും ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറല്ലേ പഠിച്ച അറിവുള്ള ആള്. നിനക്കും ചാർലിക്കും അനാഥ പിള്ളേർക്കും വേണ്ടി ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും ഒക്കെ വെറുതെ അല്ലേ? ഞങ്ങളോടുള്ള സഹതാപം കൊണ്ടാണോ സാർ ഇതൊക്കെ ചെയ്തത്, അതോ സ്വാർത്ഥത കൊണ്ടോ? ആ അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം തകർക്കാൻ കഴിയാത്ത ദേഷ്യമല്ലേ സാർ ഇപ്പൊ ഞങ്ങളോട് കാണിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കുറെ പണം ചെലവാക്കിയത് പാഴായി പോയെന്ന് കരുതിയായിരിക്കും സാറിപ്പോ. എത്ര കാശ് ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ തിരിച്ചു തരും ഞങ്ങള്. സർക്കസ് കളിച്ചെങ്കിലും തിരിച്ചു തരും, കുറേശ്ശായിട്ടെങ്കിലും. ഉറപ്പാ.